ഇതുവരെ? മാളു, അബി, എഴുന്നേറ്റടി. ഒരു 10 മിനിറ്റും കൂടെ അമ്മ. 10 മിനിറ്റില്ല, 1 മിനിറ്റില്ല. ഇങ്ങോട്ട് എണീറ്റ്. അബി, എണീറ്റടോ, ഇങ്ങോട്ട് എണീറ്റ്. അമ്മേ, എനിക്ക് ചെറിയ ഒരു പനി ഉണ്ടോന്നൊരു സംശയം. ഒന്ന് നോക്കിയേ. ആഹാ, നിന്റെ ഒരു പനി. എണീറ്റ് പോടോ, പോയി റെഡിയാടോ. ആഹാ, ഇനി നിന്നോട് പ്രത്യേകിച്ച് പറയണോ? എണീറ്റ് പോടി. അവൻ ബാത്റൂമിൽ പോയതല്ലേ ഉള്ളൂ, ഒന്ന് തിരിച്ചു വരട്ടെ. അതൊരു 5 മിനിറ്റ് അമ്മ. ആഹാ, അങ്ങനെ ഇപ്പൊ കിടക്കണ്ട. എണീക്ക്. ഒരു സെക്കൻഡ്. എനിക്കാനൊരു സമാധാനം. നിനക്കൊക്കെ നേരം വെളുത്ത് എണീറ്റ് ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചൂടെ? അതിന് ഞാൻ എണീറ്റല്ലോ, അമ്മേനെ വിളിച്ച് ഏൽപ്പിച്ചല്ലേ, അപ്പൊ തന്നെ അങ്ങ് മടക്കി വെച്ചാ മതി. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വല്ല സർക്കാർ ഓഫീസിൽ നല്ല പദവിയിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ട ഞാനാ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്നിട്ട് എന്തേ സർക്കാർ ഓഫീസ് തുറന്നില്ലേ? ഇല്ലടി, തുറന്നില്ല. അതിനു മുന്നേ നിന്റെ അച്ഛൻ വന്ന് നീ ഇവിടെ കെട്ടിയെടുത്തില്ലേ? അതിന് നമുക്ക് കല്യാണം വേണ്ടെന്നങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? ആരും നിർബന്ധിച്ച്? ഓടി, ഓടി. താങ്ക് യു. കഷ്ടപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് ഇതിനെയൊക്കെ സ്കൂളിൽ വിടുന്ന എന്നെ വേണം. അല്ലെങ്കിൽ ഈ ഭർത്താക്കന്മാരൊന്നും ശരിയല്ലെന്ന്. അല്ല, ഈ ഭർത്താക്കന്മാരൊന്നും ശരിയല്ലെന്ന് പറയായിരുന്നു. അമ്മ പറഞ്ഞു. അല്ല, അച്ഛനെന്താ അമ്മ സർക്കാർ ജോലിക്ക് വിടാത്തെ? അവൾ അങ്ങനെ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അയ്യോ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എടി, നീ പറയും, നീ ഇതല്ല ഇതിന്റെ അപ്പുറം നീ പറയും. നിങ്ങൾ ഭർത്താക്കന്മാർക്കൊരു വിചാരമുണ്ട്, കല്യാണം കഴിഞ്ഞാൽ ഭാര്യമാര് കുട്ടികളുടെ കാര്യവും കുടുംബകാര്യവും നോക്കി ഭർത്താവിനെ സേവിച്ച് അടിമോളെ പോലെ അങ്ങ് കൊഴിഞ്ഞോളൂന്ന്. അതിനെ ആവണിയെ കിട്ടത്തില്ല. മോനാ, എന്തോ നീ വന്നേ. വിളിക്കുന്നു, ചെല്ല്. എന്തുപടി നീ ഇവിടെ എന്താണെന്ന് ചുടുന്നു? ഓ, റെഡി ആവടി. ഞാൻ റെഡി ആവാൻ പോവല്ലേ? ചെല്ല്. എന്താ അമ്മ, നിന്റെ ഭാര്യയ്ക്ക് വെട്ടിക്കളയാൻ വേണ്ടിയാണോടാ ഞാൻ ഈ വാഴയൊക്കെ നട്ടുപിടിപ്പിച്ചത്? ആണോ? അമ്മക്ക് അറിയാൻ പാടില്ലേ, അവൾ അങ്ങനെ ചെയ്യണല്ല. എന്തോ ആലോചിച്ചപ്പോ വെട്ടി, അത്രേ ഉള്ളൂ. ഇക്കണക്കിന് അവളെ നാളെ എന്നെ വെട്ടിയിട്ടിട്ട് സ്വപ്നം കണ്ടതാന്ന് പറഞ്ഞ ഞാൻ നിന്നോടാ ചോദിച്ചത്. അങ്ങനെയൊന്നുമില്ലമ്മ, അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. പറഞ്ഞ് മനസ്സിലാക്കിക്കോളാന്ന്. നാണമില്ലല്ലോടാ നിനക്ക്. 10-15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. എന്നിട്ടും അതൊക്കെ നീ ആ പ്രകാശന്റെ ഭാര്യനെ നോക്കി പഠിക്കേ. എന്തൊരച്ചടക്കാ കുട്ടിക്ക്. യശോദാമേ, എന്താ അമ്മ പറഞ്ഞത് ഞാൻ കേട്ടു. കേട്ടാ കണക്കായിപ്പോയി. അറിയാതെ പറ്റിപ്പോയതല്ലമ്മേ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി ശ്രദ്ധിച്ചോളാന്ന്. നീ കുറെ ശ്രദ്ധിച്ച് വീട് മുഴുവൻ തീയിട്ട് ദിവാസ്വപ്നം കണ്ടതാണെന്ന് പറഞ്ഞാ മതിയല്ലോ. അല്ല, അതങ്ങ് പറഞ്ഞാ മതിയല്ലോ. അല്ല, അങ്ങനെയല്ല, കത്തിക്കുമ്പോ ശ്രദ്ധിച്ചൊന്ന് കത്തിച്ചാ മതി. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ലമ്മേ. ഇനി അങ്ങനെങ്ങാനും സംഭവിച്ചാൽ തന്നെ അമ്മയെ കൂടെ ഞാൻ അതിന്റെ അകത്തിട്ട് കത്തിച്ചോളാം. പോരെ? എടാ മോനെ, അവള് പറയുന്ന കേട്ടില്ലേ, അവളെന്നെ കത്തിച്ചോളയൊന്ന്. ഞാൻ കേട്ടു. എന്ത് വൃത്തിയാരാണ് അവള് പറഞ്ഞത്. ഇവളുടെ അമ്മണി പിന്നെ കുഴപ്പമില്ല, എന്റെ അമ്മേനെ അവണി ഇത് വാണിങ്ങാണ്. നോക്കടാ, അവളൊന്നും മിണ്ടാതെ പോണോ? ഞാൻ പോണാണ്ട്. ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ശരിക്കും കാര്യമായിട്ടാണ്. ശരിക്കും കാര്യമായിട്ടാ. എന്നാ പറഞ്ഞു. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അഞ്ജുനെ എന്നെ തമ്മിൽ താരതമ്യം ചെയ്യരുതെന്ന്. കറക്റ്റ്. ഒരാളെ വെച്ചിട്ട് മറ്റൊരാളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന വളരെ മോശം ഏർപ്പാടമ്മ. ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും. ജീവിക്കണം, അല്ലാതെ ആരെയും കാണിക്കാനൊന്നും അല്ല. സ്ത്രീകളായ ഇങ്ങനെ വേണം. പറഞ്ഞു. നിങ്ങൾക്കും ജോലിക്കൊന്നും പോണ്ടേ? പോണം. പോവാം. അമ്മ, എന്താ ഇങ്ങനെ ഏറ് പിടിച്ചു നിന്നാല് പൊട്ടിപ്പോവും. ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്ക്. അതെ, നീ നേരത്തെ എന്താ പറഞ്ഞ? എന്തോ പറഞ്ഞത്? അല്ല, അമ്മയല്ലേ എന്തോ ഭാര്യമാരോ അടിമയോ ഭർത്താവോ എന്തൊക്കെയോ അമ്മ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? അതായിരിക്കും. അതേ സത്യമല്ലേ പറഞ്ഞത്? അതെനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അതുപോലെ ഞാനങ്ങനെ വിചാരിച്ചിട്ട് പോലുമില്ല.
അല്ല അമ്മക്ക് എന്താ ഗവൺമെന്റ് ജോലി കിട്ടാത്തേ? റാങ്ക് ലിസ്റ്റിൽ പേരൊന്നും വന്നിട്ടില്ലായിരിക്കും അല്ലേ? പൊടി കൊടുത്തു. എന്റെ പേര് പല പ്രാവശ്യം ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ളതാ. പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് ജോലി കിട്ടിയില്ല. പക്ഷെ കിട്ടും. കിട്ടും. നോക്കിക്കോ, ഇനി ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടേ ഞാൻ PSC എഴുത്ത് നിർത്തുള്ളൂ. ആ കാര്യത്തിൽ അമ്മയെ സമ്മതിക്കണം. ഇത്രയും ജോലി ചെയ്യുന്നതിനിടയ്ക്ക് അമ്മയുടെ അംബീഷൻ കൂടെ കൊണ്ടുപോകുന്നില്ലേ? വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. അയ്യോ, ഞാനൊന്നും ചെയ്യാത്ത പോലെ. എടി, ഞാൻ ഇവൾക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കൊണ്ട് ഇവൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നേ. മനസ്സിലായ? ഞാൻ നിങ്ങളെ കെട്ടാനുള്ള കാരണം എന്തുവാ പറ. എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ പറഞ്ഞ വാക്ക്. കൊച്ചേ, നിനക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാ, ജോലിക്ക് പോണെങ്കിൽ ജോലിക്ക് പോവാ. ആ വാക്കെങ്ങാനും മാറ്റിയോ ഒന്ന് നിങ്ങളെ ഞാൻ കൊല്ലും. നിന്നെ കെട്ടിയപ്പോ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തോന്ന്? നീ എന്നെ തട്ടൂന്ന്. ഓ ഇപ്പൊ കൺഫേം ആയി. അമ്മ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഓ ചോദിക്ക്. അമ്മ എന്തായാലും കല്യാണം കഴിച്ചു. വൈ സോ ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ യു ടു? എന്തുവാ? നിങ്ങൾ തമ്മിൽ എന്താ പ്രായ വ്യത്യാസം? എന്താടാ എനിക്ക് ഇത്ര പ്രായം? കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ട് പ്രായത്തിന്റെ കാര്യം പറഞ്ഞോണ്ട്. അല്ല, കുറച്ചും കൂടി പ്രായം കുറഞ്ഞ അച്ഛനാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അത് ശരി അമ്മ. ഹസ്ബൻഡ് വൈഫ് തമ്മിൽ ഒരു 10-12 ഏജ് ഡിഫറൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഓവറാ. അമ്മയെ കണ്ടപ്പോൾ പ്രായം തോന്നിക്കുന്നുമില്ല. അമ്മ അന്ന് കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അമ്മയ്ക്കിപ്പം കുറച്ച് പ്രായം കുറഞ്ഞ ആളെങ്കിലും കിട്ടിയേനെ. എന്റെ വിധി 19 വയസ്സിൽ കല്യാണം നടന്നില്ലേ, പിന്നെ 36 വയസ്സ് കഴിഞ്ഞേ കെട്ട് നടക്കൂ എന്നുള്ളത് ജാതകത്തിലുണ്ടെന്നും പറഞ്ഞ് എന്റെ അമ്മ എനിക്ക് സൂര്യം തരണ്ടേ? അതെന്ത് വർത്താനോടി നീ പറഞ്ഞത്? നിന്റെ പറച്ചിലാട്ടത്തൊന്നും ഞാൻ നിന്നോട് ദ്രോഹിക്കുകയാണെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ എന്നെ നല്ലോണം നോക്കുന്നുണ്ട്, എന്റെ കൂടെ എല്ലാ കാര്യത്തിനും നിൽക്കുന്നുണ്ട്. പിന്നെന്താ കുഴപ്പം? പക്ഷെ നിങ്ങളുടെ അമ്മയുടെ കാര്യം അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അതിന് എന്റെ അമ്മ എന്ത് ചെയ്തു നീ പറയണേ? നിങ്ങളുടെ അമ്മയുടെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ആ അഞ്ചുമായിട്ട് കമ്പയർ ചെയ്യരുതെന്ന്. എടി, അമ്മയല്ലേ പാപം, നീ ഒന്ന് ക്ഷമിക്കേ. ആ അമ്മ ആയോണ്ടാ ക്ഷമിക്കുന്നത്. തടി പോയി ഡ്രസ്സ് മാറ്റും. അമ്മ, എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. ദൈവത്തെ ഓർത്ത് എന്റെ ജാതകം ഒന്ന് നോക്കല്ലേ, അല്ലെങ്കിൽ ഇതുപോലത്തെ വയസ്സായ ഒരാളെ കെട്ടേണ്ടി വരും. നീയൊക്കെ കൂടെ പടുക്കളവനാക്കോ? അല്ല, തലയിൽ നര. അതൊക്കെ ബാലനരയാണത്. ആ അറിയാം. എന്ത് വിഷമായ? എനിക്കെന്ത് വിഷമം? എന്റെ മുഖത്ത് എന്താണ് ഒരു ചളിപ്പ്? നിന്റെ ഭക്ഷണം കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്താ പോയാ ഭക്ഷണം എടുത്ത് വെക്ക്. തടാ, നീ എന്ത് പൂരം കാണാൻ വേണ്ടി വന്നിരിക്കണേന്ന്? എടുക്കണ്ടേ ഷട്ടി നിക്കറക്ക. ഉച്ചക്ക് ഈ സെയിം ഫുഡാണോ അമ്മേ? ഉച്ചക്ക് ഇന്ന് നിങ്ങൾക്ക് എന്റെ വക സ്പെഷ്യൽ. എന്നിട്ട് എവിടെ? അത് ഞാൻ നിങ്ങൾക്ക് ഉച്ചക്ക് സ്കൂളിൽ എത്തിച്ചേരും. നിങ്ങൾക്കുള്ളത് ഓഫീസിൽ തരും. എനിക്കില്ലേ വാണിയമ്മേ? മോക്കും തരാലോ. അയ്യോ വേണ്ട എടുത്തി, അവൾക്കുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിനൊന്നും ഒരു ടേസ്റ്റും ഇല്ല. പിന്നെ എന്തിനായിരുന്നു കഴിക്കുന്നത്? വിശന്നാ പിന്നെ കഴിക്കൂലേ? പ്രകാശേട്ടാ, പ്രകാശേട്ടന് തോന്നുട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് മോശമാന്ന്? നല്ല ഫുഡല്ലേ? കൊച്ചൻ ഫുഡ് മോശമാണെന്ന് അല്ലാന്നേ പറയുള്ളൂ. മിണ്ടായിരുന്നു കഴിക്കടി. വാണിയമ്മേ, എനിക്ക് ഫുഡ് ബാക്കി വെച്ചേക്കണേ, ഞാൻ വന്നിട്ട് കഴിച്ചോളാം. അച്ഛാ, അച്ഛന് വേണ്ടേ ഫുഡ്? പിന്നെ അല്ല, അയ്യോ മറന്നു, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതെ ഏട്ടത്തി, നല്ല ഫുഡ് ഉണ്ടാക്കാൻ അവൾക്കും കൂടി ഒന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട്. ഈ പുട്ട് കഴിച്ചെനിക്ക് മതിയായി. ഈയിടെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് ഇതിനോട് ഇന്ത്യ പാകിസ്ഥാൻ അടിയാണ്. അതിൻ്റെ ഇടക്കാണ് പുതിയ പദ്ധതിയായിട്ട് ഇറങ്ങിയിട്ട് റെസിപ്പി. നല്ല ഫുഡ് കഴിക്കാനല്ലേ ഏട്ടാ, ഒരപ്പം. അതിനുള്ള ഹോട്ടലിൽ പോകണം. എനിക്ക് നിനക്ക് മോന് വേണോ? ഇതിനൊന്നും രക്ഷനായിട്ട് ഞാനാട്ടാ. കഴിക്കാം. ഇതാടോ എനിക്ക് രാത്രിയിൽ ഒന്ന് വേഗം നടന്നു വരുമോ? ചെല്ല് ചെല്ല്. ടാറ്റാ.
അവളുടെ ഒരു പുച്ഛം കാല് മടക്കി ഒരു ചവിട്ടം കൊടുക്കണം.